ഓഡിറ്റിംഗ് സ്റ്റഡി മെറ്റീരിയൽ വെച്ച് പഠിക്കണമെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ പല കുട്ടികളും ചോദിക്കാറുണ്ട്, സാർ ഇത് എങ്ങനെ ഇന്റർപ്രിട്ടേഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളത്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണത് ഓഡിറ്റിങ്ങിനകത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ടോപ്പിക് ഉണ്ട്. നിങ്ങളുടെ ചാപ്റ്റർ നമ്പർ 8 ഓഡിറ്റ് റിപ്പോർട്ടിന്റെ അണ്ടറിൽ വരുന്ന SI 705 മോഡിഫിക്കേഷൻ ഓഫ് ഒപ്പീനിയൻസിന്റെ അണ്ടറിൽ വരുന്ന ദ ടേം പെർവസീവ്. വാട്ട് ഈസ് മീൻ ബൈ പെർവസീവ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. എന്താണ് പെർവസീവ് എന്നുള്ളത് നമ്മൾ ടെക്സ്റ്റ് വെച്ച് ഡിസ്കസ് ചെയ്യും. ആൻഡ് ഐ വിൽ ഷോ യു ഹൗ ഐ ജസ്റ്റ് മേക്ക് എൻ ഇന്റർപ്രിട്ടേഷൻ ഓൺ ദിസ് ടോപ്പിക്. ഈ ടോപ്പിക് ഞാൻ എങ്ങനെ ടെക്സ്റ്റ് വെച്ച് ഇന്റർപ്രിട്ടേഷൻ ചെയ്യുന്നു. സോ ഫസ്റ്റ് പ്രൈമ ഫേസിയ നിങ്ങളുടെ പ്രിഫറൻസ് കൊടുക്കേണ്ടത് സ്റ്റഡി മെറ്റീരിയൽ തന്നെ ആയിരിക്കണം. ഓക്കെ ആണോ? അതിന് കാരണം ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് അങ്ങനെയാണ്. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ് വാട്ട് ഈസ് മീൻ ബൈ പെർവസീവ്. പല കുട്ടികൾക്കും ഈ ഒരു ടോപ്പിക് അത്രയും കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന വീഡിയോ കംപ്ലീറ്റ് എത്ര മിനിറ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ല, അത്രയും മിനിറ്റ് കറക്റ്റായിട്ട് ഇരുന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്ലിക്കേഷൻ ലെവലിലും എക്സാം വ്യൂ പോയിന്റിലും എന്താണ് പെർവസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ അതിനു മുമ്പ് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവേണ്ടത് നോക്കാം. വാട്ട് ഈസ് മീൻ ബൈ പെർവസീവ് എന്നുള്ളത്. സോ ഇവിടെ പറയുന്നുണ്ട്, ടെക്സ്റ്റിനകത്ത് പറയുന്നുണ്ട് പെർവസീവ് മീൻസ് വാട്ട്. പെർവസീവ് എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അകത്തുള്ള മിസ്റ്റേറ്റ്മെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ടേം ആണെന്ത് പെർവസീവ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അകത്തുള്ള മിസ്റ്റേറ്റ്മെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ടേം ആണെന്ത് പെർവസീവ്. അതാണ് കണ്ടോ, എ ടേം, ഇതൊരു ടേം ആണ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് മിസ്റ്റേറ്റ്മെന്റ്. അത് മിസ്റ്റേറ്റ്മെന്റിന്റെ കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ എന്താ, ടു ഡിസ്ക്രൈബ് ദ എഫക്ട് ഓൺ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് മിസ്റ്റേറ്റ്മെന്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അകത്ത് വരുന്ന ഒരു മിസ്റ്റേറ്റ്മെന്റ് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് എന്ത് ഈ പറയുന്ന പെർവസീവ് എന്നുള്ളത്. ഓക്കെ ഫൈൻ. നെക്സ്റ്റ് അല്ലെങ്കിലോ ഓർ ദ പോസിബിൾ എഫക്ട് ഓൺ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് മിസ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനകത്ത് വരാൻ ചാൻസ് ഇല്ല, പോസിബിൾ ആയിരിക്കുന്ന ഒരു മിസ്റ്റേറ്റ്മെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ടേം ആണ് എന്ത് ഈ പറയുന്ന പെർവസീവ്. ആ ഒരു മിസ്റ്റേറ്റ്മെന്റ് ദാറ്റ് ആർ അൺഡിറ്റക്റ്റഡ് ഡ്യൂ ടു ദ ഇൻഎബിലിറ്റി ടു ഒബ്റ്റെയിൻ സഫിഷ്യന്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ്. ആ ഒരു മിസ്റ്റേറ്റ്മെന്റ് ആർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല? ഓഡിറ്റർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇൻഎബിലിറ്റി, എന്തുകൊണ്ടാ? ഇൻഎബിലിറ്റി ടു ഒബ്റ്റെയിൻ സഫിഷ്യന്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ്. സഫിഷ്യന്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യാത്തതിന്റെ കാരണത്താൽ ഓഡിറ്റർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ഒരു മിസ്റ്റേറ്റ്മെന്റിനെ റെപ്രസെന്റ് ചെയ്തൊരു ടേം ആണ് എന്ത് പെർവസീവ് എന്നുള്ളത്. ഇനി പറയാണ്, താഴെ ഒരു 3 സിറ്റുവേഷൻ കൊടുത്തിട്ടുണ്ടല്ലോ, ഈ 3 സിറ്റുവേഷൻ എന്താണ് പെർവസീവ് ആണ്. കണ്ടോ, പെർവസീവ് എഫക്ട് ഓൺ ദ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആർ ദോസ് ദാറ്റ് ഇൻ ഓഡിറ്റേഴ്സ് ജഡ്ജ്മെന്റ്. ഒരു ഓഡിറ്ററുടെ പ്രൊഫഷണൽ ജഡ്ജ്മെന്റ് പ്രകാരം താഴെ കൊടുത്ത 3 സിറ്റുവേഷനും എന്തുതന്നെയാണ് പെർവസീവ് ആണ്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അകത്ത് ഒരു മിസ്റ്റേറ്റ്മെന്റ് സംഭവിക്കുക, അതാണെന്ത് പെർവസീവ് എന്ന് പറഞ്ഞാൽ. ഇനി ഏതൊക്കെ ടൈപ്പ് മിസ്റ്റേറ്റ്മെന്റ്, എങ്ങനെയൊക്കെ മിസ്റ്റേറ്റ്മെന്റ് സംഭവിച്ചാലും പെർവസീവ് ആയിട്ട് മാറുക. താഴെ ഒരു 3 കേസ് കൊടുത്തിട്ടുണ്ട്. ആ താഴെ കൊടുത്ത 3 കേസും എന്താണ് പെർവസീവ് സ്റ്റേറ്റ്മെന്റുകളാണ്. ഇവിടെയാണ് നിങ്ങൾക്ക് പലർക്കും പെട്ടുപോണത്. ശരിക്കും നോക്കിക്കോ, നമ്മൾ ഈ പറയുന്ന 3 എക്സാമ്പിളും ഒരു റിയൽ ലൈഫ് എക്സാമ്പിളോട് കൂടി നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നു, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് വൺ പറയുകയാണ്, കണ്ടോ ഈ 3 കേസ്. ഫസ്റ്റ് വൺ ജസ്റ്റ് വായിച്ചു നോക്കിയേ. ആർ നോട്ട് കൺഫൈൻഡ് ടു സ്പെസിഫിക് എലമെന്റ്, അക്കൗണ്ട്സ് ഓർ ഐറ്റംസ് ഓഫ് ദ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അറിയില്ല അല്ലേ? ഇഫ് സോ കൺഫൈൻഡ് റെപ്രസെന്റ് ഓർ കുഡ് റെപ്രസെന്റ് എ സബ്സ്റ്റാൻഷ്യൽ പ്രൊപ്പോസിഷൻ ഓഫ് ദ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ. ഓർ ഇൻ റിലേഷൻ ടു ഡിസ്ക്ലോഷർ ആർ ഫണ്ടമെന്റൽ ടു യൂസേഴ്സ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഇത് ഇങ്ങനെ വായിച്ചാലൊന്നും ഒന്നും നിങ്ങളുടെ തലക്കകത്തോട്ട് ഫീഡ് ചെയ്യാൻ കഴിയില്ല. സോ ഈ പറഞ്ഞ 3 എണ്ണമാണ് പെർവസീവ് എന്ന് പറഞ്ഞാൽ. നമുക്ക് 1 by 1 ആക്കി എന്ത് ചെയ്യാം, എക്സാമ്പിൾ നോക്കാം. ഓക്കെ ആണോ? അപ്പോൾ ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഫസ്റ്റ് പോയിന്റാണ്. ഈ ഫസ്റ്റ് പോയിന്റും പെർവസീവ് ആണ്, സെക്കൻഡ് പോയിന്റും പെർവസീവ് ആണ്, തേർഡ് പോയിന്റും പെർവസീവ് ആണ്. അങ്ങനെയെങ്കിൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫസ്റ്റ് പോയിന്റാണ്. എന്താണ് ഫസ്റ്റ് പോയിന്റ് കൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ശരിക്കും നോക്കട്ടോ, എന്താണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനു മുമ്പ് ഞാനൊരു സ്റ്റോറി പറഞ്ഞുതരാം. സ്റ്റോറി അല്ല, ഒരു കോൺസെപ്റ്റ് ബിൽഡ് ചെയ്ത് തരാം. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനിയിലെ ഒരു അക്കൗണ്ടന്റ് ആണ് ആര്, മിസ്റ്റർ എ എന്ന് പറഞ്ഞാൽ. ഓക്കെ, മിസ്റ്റർ എ എന്ന് പറഞ്ഞാൽ കമ്പനിയിലെ ഒരു അക്കൗണ്ടന്റ് ആണെന്ന് വിചാരിക്കാം. ഈ അക്കൗണ്ടന്റ് കമ്പനിയിൽ അപ്പോയിന്റ് ചെയ്യപ്പെട്ടു. ഓക്കെ ആണോ? ഇനി ഞാൻ പറയുന്നു, ഈ അക്കൗണ്ടന്റിന് ഹി ഡസന്റ് നോ, ഈ അക്കൗണ്ടന്റിന് എന്തറിയില്ല അറിയോ? ഈ അക്കൗണ്ടന്റിന് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രകാരം റെക്കോർഡ് ചെയ്യാനൊന്നും അറിയില്ല. ഇവന് തോന്നിയ പോലെ റെക്കോർഡ് ചെയ്ത്, ഇവന് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല. അതേപോലെ ഇവൻ എങ്ങനെയാണ് ഓരോ ട്രാൻസാക്ഷനും ഓരോ കാര്യങ്ങളും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രകാരം റെക്കോർഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇൻവെന്ററി എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക ഇവനറിയില്ല. അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക ഇവനറിയില്ല. റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ വന്നാൽ എങ്ങനെ റെക്കോർഡ് ചെയ്യുക ഇവനറിയില്ല. ഇനി റവന്യൂ എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് ഇവനറിയില്ല.
അതുപോലെ ഇൻടാഞ്ചിബിൾ അസറ്റ് ഒക്കെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, അതുപോലെ പ്രോപ്പർട്ടി പ്ലാന്റ്സ് ആൻഡ് എക്യുപ്മെന്റ് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത്, ഡിപ്രീസിയേഷൻ എങ്ങനെയാണ് ചാർജ് ചെയ്യേണ്ടത്, അമോർട്ടൈസേഷൻ എങ്ങനെയാണ് ചാർജ് ചെയ്യേണ്ടത്, ഇതൊന്നും അവൻ അറിയില്ല. അപ്പൊ അവൻ തോന്നിയ പോലെ അവന് ഇഷ്ടമുള്ളത് പോലെ അവൻ റെക്കോർഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇവൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അറിയില്ല. ഫോർ എക്സാമ്പിൾ അവന് ഇൻവെന്ററി എങ്ങനെ റെക്കോർഡ് ചെയ്യാൻ അറിയില്ല. ഇൻവെന്ററി എങ്ങനെ റെക്കോർഡ് ചെയ്താൽ ആസ് 2 പ്രകാരം കോസ്റ്റ് ഓർ NRV വിച്ച് അവർ ഇസ് ലോവറിലാണ് റെക്കോർഡ് ചെയ്യുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ബട്ട് ഈ അക്കൗണ്ടിന് അറിയില്ല. ഇവൻ എന്ത് ചെയ്യും, ഇൻവെന്ററി തോന്നിയ പോലെ റെക്കോർഡ് ചെയ്യും. മേ ബി അവൻ കോസ്റ്റിൽ റെക്കോർഡ് ചെയ്യും, മേ ബി അവൻ NRV റെക്കോർഡ് ചെയ്യും, മേ ബി അവൻ പല പ്രൈസിലും റെക്കോർഡ് ചെയ്യും. വൈ, എന്തുകൊണ്ടാ? ഹി ഡസൻ നോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. നിങ്ങൾ അങ്ങനെ ആലോചിക്കേ. അപ്പോൾ അവന് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ എങ്ങനെ ഡീൽ ചെയ്യാൻ അറിയില്ല, അവന് റവന്യൂ എങ്ങനെ ബുക്ക് ചെയ്യാൻ അറിയില്ല, അവന് ഇൻടാഞ്ചിബിൾ അസറ്റ് PPE, ഫോർ എക്സാമ്പിൾ PPE അല്ലെങ്കിൽ നമുക്കറിയാം AS10 പ്രകാരമാണ് എന്ത് ചെയ്യേണ്ടത്, PPE റെക്കോർഡ് ചെയ്യേണ്ടത്. ഈ പറഞ്ഞതൊന്നും ആർക്കറിയില്ല, അറിയോ? ഈ മിസ്റ്റർ എ എന്ന് പറഞ്ഞ അക്കൗണ്ടന്റിന് അറിയില്ല. അങ്ങനെയെങ്കിൽ എന്താ സംഭവിക്കുക? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അറിയാതെയാണ് ഒരു അക്കൗണ്ടന്റ് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യണതെങ്കിൽ അവിടെ പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അകത്ത് തെറ്റ് സംഭവിക്കോ ഇല്ലയോ? തെറ്റ് സംഭവിക്കും അല്ല. അതിനകത്ത് അവിടെ എന്തുണ്ടാവും? ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അകത്ത് ഒരു മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് എന്തെയും സംഭവിക്കും. ഇനി എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് സംഭവിക്കുക ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അകത്ത് ഒരു ഏരിയയിലാണോ അല്ലെങ്കിൽ ഒരുപാട് ഏരിയയിൽ സംഭവിക്കോ? അക്കൗണ്ടിങ്ങിന് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഒന്നും അറിയില്ല. ഹി ഡസൻ നോ ഹൗ ടു റെക്കോർഡ് ഇൻവെന്ററി, ഹി ഡസൻ നോ ഹൗ ടു റെക്കോർഡ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് റവന്യൂ and just like intangible asset to PPE, he doesn't know anything how to record this transaction. In such a situation ഇവിടെ എന്ത് സംഭവിക്കും? ഒരു മിസ്റ്റേറ്റ്മെന്റ് സംഭവിക്കും. ആ മിസ്റ്റേറ്റ്മെന്റ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു സ്ഥലത്ത് മാത്രമാണ് സംഭവിക്കുക, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ പല സ്ഥലത്തും സംഭവിക്കും. നിങ്ങൾ ആലോചിക്കേ, അക്കൗണ്ടന്റിന് ഒന്നും അറിയില്ല, ഒരു തേങ്ങ അറിയില്ല, അവൻ റെക്കോർഡ് ചെയ്യുന്നതൊക്കെ തെറ്റാണെങ്കിൽ ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനകത്തുള്ള പല മേഖലയിൽ എന്ത് സംഭവിക്കും? തെറ്റ് സംഭവിക്കും അല്ലേ? അപ്പൊ ഞാൻ പറയാണ്, അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനകത്ത് ഒരു മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് സംഭവിക്കും. അത് എവിടെ സംഭവിക്കും? അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു എലമെന്റിൽ മാത്രമാണ് സംഭവിക്കുക. എന്താ എലമെന്റ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ എലമെന്റ് മീൻസ് വാട്ട്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ എലമെന്റ് എന്താ? നമുക്കറിയാം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മീൻസ് എന്തൊക്കെ ഉണ്ട്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്, ബാലൻസ് ഷീറ്റ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മറ്റൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്, നോട്ട്സ് ടു അക്കൗണ്ട് വരുന്നുണ്ട്. ഇതൊക്കെയാണ് എന്ത്? ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ എലമെന്റ് എന്ന് പറഞ്ഞാൽ അല്ലെ. ക്യാഷ് ഫ്ലോ ഉണ്ട്, ബാലൻസ് ഷീറ്റ് ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്, നോട്ട്സ് ടു അക്കൗണ്ട് ഉണ്ട്. ഇതൊക്കെയാണ് എലമെന്റ്സുകൾ പറഞ്ഞാൽ. അപ്പോൾ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, അക്കൗണ്ടന്റിന് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഒന്നും അറിയില്ല, അവന് ഒന്നും പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യാൻ അറിയില്ലെങ്കിൽ അവൻ തോന്നിയ പോലെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മിസ്റ്റേറ്റ്മെന്റ് സംഭവിക്കും. ആ മിസ്റ്റേറ്റ്മെന്റ് സംഭവിക്കുക ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ക്യാഷ് ഫ്ലോയിൽ മാത്രമാണോ? അല്ല. ബാലൻസ് ഷീറ്റിൽ മാത്രമാണോ? അല്ല. P&L അക്കൗണ്ടിൽ മാത്രമാണോ? അല്ല. ഇവിടെ പറഞ്ഞ ക്യാഷ് ഫ്ലോയിലും മിസ്റ്റേറ്റ്മെന്റ് സംഭവിക്കും. ബിക്കോസ് അവന് ക്യാഷ് ഫ്ലോ എങ്ങനെ റെക്കോർഡ് ചെയ്യാൻ അറിയില്ല, AS പ്രകാരം ക്യാഷ് ഫ്ലോ എങ്ങനെ റെക്കോർഡ് ചെയ്യാൻ അറിയില്ല. ബാലൻസ് ഷീറ്റിലും എന്ത് സംഭവിക്കും? മിസ്റ്റേറ്റ്മെന്റ് സംഭവിക്കും. കാരണം എന്താ? അവന് PPE എങ്ങനെ റെക്കോർഡ് ചെയ്യാൻ അറിയില്ല, അവൻ തോന്നിയ പോലെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. അല്ല. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അവന് എന്താ മിസ്റ്റേറ്റ്മെന്റ് സംഭവിക്കും. കാരണം റവന്യൂ എങ്ങനെ ബുക്ക് ചെയ്യാൻ അവനറിയില്ല, ഇൻവെന്ററി എങ്ങനെ റെക്കോർഡ് ചെയ്യുക, കോസ്റ്റ് ഓർ NRV അവനറിയില്ല അല്ലെ. അതേപോലെ ഈ പറഞ്ഞ എല്ലാ മേഖലയിലും എഫക്റ്റ് ഉണ്ടെങ്കിൽ നോട്ട്സ് ടു അക്കൗണ്ടിൽ എന്ത് ചെയ്യും? മിസ്റ്റേറ്റ്മെന്റ് സംഭവിക്കും. സോ അക്കൗണ്ടന്റിന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തത് കൊണ്ട് മിസ്റ്റേറ്റ്മെന്റ് സംഭവിച്ചു. എവിടെയൊക്കെ സംഭവിച്ചു? ക്യാഷ് ഫ്ലോയിൽ സംഭവിച്ചു, ബാലൻസ് ഷീറ്റിൽ സംഭവിച്ചു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ സംഭവിച്ചു, നോട്ട്സ് ടു അക്കൗണ്ടിൽ സംഭവിച്ചു. അല്ലെങ്കിലോ ഒരു ഫിനാൻഷ്യൽ, അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ എല്ലാ എലമെന്റിലും എന്ത് സംഭവിക്കും? മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് സംഭവിക്കും. അല്ലെങ്കിലോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ അക്കൗണ്ട്സുകളിൽ മിസ്റ്റേറ്റ്മെന്റ് സംഭവിക്കും. എന്താ അക്കൗണ്ട്സ് മീൻസ് വാട്ട്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ അക്കൗണ്ട്സ് എന്താ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒരുപാട് ലെഡ്ജർ അക്കൗണ്ട് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഡെപ്റ്റേഴ്സ് ഉണ്ടാവും, ഡെപ്റ്റേഴ്സ് ഒരു അക്കൗണ്ട് ആണ്. അതേപോലെ ക്രെഡിറ്റേഴ്സ് മറ്റൊരു അക്കൗണ്ട് ആണ്, ക്യാഷ് മറ്റൊരു അക്കൗണ്ട് ആണ്, ബാങ്ക് ബാലൻസ് മറ്റൊരു അക്കൗണ്ട് ആണ് അല്ലേ. നമുക്കറിയാം. അതുപോലെ ലോൺ മറ്റൊരു അക്കൗണ്ട് ആണ്. ഇതാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അകത്തുള്ള അക്കൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ അക്കൗണ്ട്സിൽ മിസ്റ്റേറ്റ്മെന്റ് സംഭവിക്കും. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടന്റിന് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഒന്നും അറിയില്ല. അപ്പോൾ അവൻ കുറേ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തില്ലേ, അപ്പോൾ മിസ്റ്റേറ്റ്മെന്റ് സംഭവിക്കും. എവിടെയൊക്കെ സംഭവിക്കും? ഈ പറഞ്ഞ എല്ലാ അക്കൗണ്ട്സിലും എന്തുണ്ടാവും? മിസ്റ്റേറ്റ്മെന്റ് സംഭവിക്കും. അല്ലെങ്കിലോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനകത്ത് ഒരുപാട് ഐറ്റംസ് ഉണ്ടാവില്ലേ, ആ എല്ലാ ഐറ്റംസിന്റെ മുകളിൽ എന്ത് സംഭവിക്കുന്നുണ്ടാവും? മിസ്റ്റേറ്റ്മെന്റ് സംഭവിച്ചിട്ടുണ്ടാവും. അതാ പറഞ്ഞത്, അക്കൗണ്ടന്റിന് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രോപ്പറായിട്ട് അറിയില്ലെങ്കിൽ അവിടെ മിസ്റ്റേറ്റ്മെന്റ് സംഭവിക്കും. ആ മിസ്റ്റേറ്റ്മെന്റ് ഒരു സ്ഥലത്താണോ ഒരുപാട് സ്ഥലത്താണോ? ഒരുപാട് സ്ഥലത്ത് സംഭവിക്കും അല്ലെ. നോട്ട് ഓൺലി വൺ പ്ലേസ്. അപ്പൊ ഞാൻ പറയുന്നു, ഈ മിസ്റ്റേറ്റ്മെന്റ് എന്താണ്? ഈ മിസ്റ്റേറ്റ്മെന്റ്
നോട്ട് ഒൺലി എ വൺ പ്ലേസ്, ഒരു സ്ഥലത്ത് മാത്രമല്ല. ഇനി ഏതൊക്കെയാണ് ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ എന്താ? നോട്ട് ഒൺലി എ വൺ പ്ലേസ്. നമുക്ക് എന്ത് ചെയ്യാം? ഈ വൺ പ്ലേസിന് വിട്ടിട്ട് എന്താക്കാൻ പറ്റാം? നോട്ട് ഒൺലി എ വൺ ഏരിയ, ഒരു ഏരിയയിൽ മാത്രമല്ല. അല്ലെങ്കിലോ ഈ മിസ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നോട്ട് ഒൺലി എ വൺ എലമെന്റ് ഓഫ് എഫ് എസ്, ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ എഫ് എസിൽ മാത്രമാണ് മിസ്റ്റേറ്റ്മെന്റ് സംഭവിക്കുക? അല്ല. നോട്ട് ഒൺലി എ വൺ എലമെന്റ് ഓഫ് എഫ് എസ്, ഒരു എഫ് എസിന്റെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഒരുപാട് എലമെന്റ് ഉണ്ടാവില്ലേ, ആ എലമെന്റിൽ ഒന്നിന് മാത്രമാണ് സംഭവിക്കുക? അല്ല. ക്യാഷ് ഫ്ലോയിൽ സംഭവിക്കാം, ബാലൻസ് ഷീറ്റിൽ സംഭവിക്കാം, അല്ലെ? അല്ലെങ്കിൽ ഞാൻ പറയുന്നു ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ നോട്ട് ഒൺലി എ വൺ സ്പെസിഫിക് അക്കൗണ്ട്സ്, ഒരു അക്കൗണ്ട്സിൽ മാത്രമാണ് സംഭവിക്കുക? അല്ല. നോട്ട് ഒൺലി എ വൺ സ്പെസിഫിക് ഐറ്റംസ്, അപ്പോൾ ഒരു ഐറ്റത്തിലല്ല സംഭവിക്കുക, ഒരു അക്കൗണ്ട്സിലല്ല മിസ്റ്റേറ്റ്മെന്റ് സംഭവിക്കുക, ഒരു ഐറ്റത്തിലല്ല, ഒരു മിസ്റ്റേറ്റ്മെന്റ്, ഒരു എലമെന്റിലല്ല മിസ്റ്റേറ്റ്മെന്റ് സംഭവിക്കുക, എല്ലാത്തിലും എന്ത് ചെയ്യും? സംഭവിക്കും, അല്ലെ? അപ്പോൾ പല മേഖലയിലും മിസ്റ്റേറ്റ്മെന്റ് സംഭവിക്കും. ഈ മിസ്റ്റേറ്റ്മെന്റ് എന്താണ്? ഈ മിസ്റ്റേറ്റ്മെന്റോട് പറയാണ് ദിസ് മിസ്റ്റേറ്റ്മെന്റ് ഈസ് എ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് ആൻഡ് ദിസ് മിസ്റ്റേറ്റ്മെന്റ് ഈസ് കോൾഡ് വാട്ട്? പെർവസീവ്. ഈ മിസ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇത് പെർവസീവ് ആണ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ അറിയോ? ഇതാണ് പെർവസീവ്. അപ്പോൾ ഒന്നാമത്തെ എക്സാമ്പിൾ ആണത്. ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഒരു മിസ്റ്റേറ്റ്മെന്റ് സംഭവിക്കും, ഒരു മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് സംഭവിക്കും. ആ മിസ്റ്റേറ്റ്മെന്റ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു എലമെന്റിലല്ല സംഭവിക്കുക, ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലെ ഒരു അക്കൗണ്ടിൽ മാത്രമല്ല സംഭവിക്കുക, ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലെ ഒരു ഐറ്റത്തിൽ മാത്രമല്ല സംഭവിക്കുക. ഒരു മിസ്റ്റേറ്റ്മെന്റ് സംഭവിക്കുമ്പോൾ അത് ഒരുപാട് എലമെന്റിലും ഒരുപാട് ഐറ്റത്തിലും ഒരുപാട് അക്കൗണ്ട്സിലും മിസ്റ്റേറ്റ്മെന്റ് സംഭവിക്കും. അങ്ങനത്തെ മിസ്റ്റേറ്റ്മെന്റ് എന്താണ്? പെർവസീവ് ആണ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. അങ്ങനത്തെ മിസ്റ്റേറ്റ്മെന്റ് എന്താണ്? പെർവസീവ് ആണ്, അല്ലെ? ദിസ് ഈസ് പെർവസീവ്. ഇതാണ് എന്ത്? പെർവസീവ് എന്ന് പറഞ്ഞാൽ. ഇതാണ് ഫസ്റ്റ് എക്സാമ്പിളിന്റെ പെർവസീവിന് നമ്മൾ കൊടുത്ത ഫസ്റ്റ് എക്സാമ്പിൾ. അപ്പോൾ ഇതാണ് ഒരു എക്സാമ്പിൾ. അപ്പോൾ ഇനി നിങ്ങൾ ടെക്സ്റ്റിനകത്തില്ല ഞാൻ കൊടുത്ത ഫസ്റ്റ് ഡെഫിനേഷൻ എന്ന് വായിച്ചു നോക്കിയേ. അതിനകത്ത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടാവും വാട്ട് ഈസ് മീൻ ബൈ പെർവസീവിന്റെ ഒന്നാമത്തെ ഡെഫിനേഷൻ. ഇനിയാണ് നിങ്ങൾക്ക് ആ ഡെഫിനേഷൻ വായിക്കുമ്പോൾ മനസ്സിലാവുക. ഇനി നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ക്യാച്ച് ചെയ്യാൻ പറ്റും എന്താണ് പെർവസീവ് എന്നുള്ളത്. ഇത്രയും എക്സാമ്പിൾ ഒന്നും പറയാതെ കേൾക്കാതെ വെറുതെ നിങ്ങളതെടുത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ഒന്നാമത്തെ എന്താ? താഴെ കൊടുത്ത മൂന്നെണ്ണം എന്താണ്? പെർവസീവ് ആണെന്ന് പറഞ്ഞല്ലേ? താഴെ കൊടുത്ത മൂന്നെണ്ണം എന്താണ്? പെർവസീവ് ആണെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു താഴെ കൊടുത്ത ഒന്നാമത്തെ പോയിന്റിന്റെ എക്സ്പ്ലനേഷൻ ആണ് നമ്മളിപ്പോൾ എന്ത് ചെയ്തത്? ഡിസ്കസ് ചെയ്തത്. നമ്മൾ എന്തൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് ഒന്നാമത്തെ പോയിന്റിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് താഴെ കൊടുത്ത ഒന്നാമത്തെ പോയിന്റിന്റെ എക്സ്പ്ലനേഷനാണ്. അപ്പോൾ നമുക്ക് ആ എക്സ്പ്ലനേഷൻ കറക്റ്റായിട്ട് മനസ്സിലായില്ലേ? ഒരു അക്കൗണ്ടിന് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഒന്നും അറിയില്ല, അവൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഒന്നും അറിയാത്ത കാരണത്താൽ എന്ത് സംഭവിച്ചു? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഒരുപാട് മേഖലയിൽ തെറ്റുകൾ സംഭവിച്ചു. അത് ഒരുപാട് എലമെന്റുകളിൽ സംഭവിച്ചു, ഒരുപാട് ഐറ്റത്തിൽ സംഭവിച്ചു, ഒരുപാട് അക്കൗണ്ട്സുകൾ അല്ലെ ഡെപ്റ്റേഴ്സിൽ മിസ്റ്റേറ്റ്മെന്റ് സംഭവിച്ചു, ക്രെഡിറ്റേഴ്സിൽ സംഭവിച്ചു, ക്യാഷിൽ സംഭവിച്ചു, ബാങ്കിൽ സംഭവിച്ചു. ഇനിയിപ്പോൾ എലമെന്റ് ആണെങ്കിലോ ക്യാഷ് ഫ്ലോയിൽ മിസ്റ്റേറ്റ്മെന്റ് സംഭവിച്ചു, ബാലൻസ് ഷീറ്റിൽ സംഭവിച്ചു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ സംഭവിച്ചു. അങ്ങനെയെങ്കിൽ മിസ്റ്റേറ്റ്മെന്റ് അറ്റ് എ നോട്ട് എ സിംഗിൾ പ്ലേസ് അല്ലെ മിസ്റ്റേറ്റ്മെന്റ് അറ്റ് എ നോട്ട് എ സിംഗിൾ ഏരിയ, ഒരു സിംഗിൾ ഏരിയയിൽ മാത്രമാണ് മിസ്റ്റേറ്റ്മെന്റ് ഉള്ളത്? അല്ല. ഇറ്റ് എ ഹോൾ ഓഫ് എഫേഴ്സ്, ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനകത്ത് മൊത്തമായിട്ട് എന്ത് സംഭവിച്ചിട്ടുണ്ട്? മിസ്റ്റേറ്റ്മെന്റ് സംഭവിച്ചിട്ടുണ്ട്. ഈ മിസ്റ്റേറ്റ്മെന്റ് എന്താണ്? ദിസ് ഈസ് എ പെർവസീവ്. ഇത് പെർവസീവ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? ഇത് നിങ്ങൾക്ക് ടെക്സ്റ്റ് വായിക്കുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഫസ്റ്റ് ലൈൻ ഒന്ന് വായിച്ചു നോക്കിയേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായതിനു ശേഷം മാത്രമേ നമുക്ക് പെർവസീവിന്റെ ഫസ്റ്റ് ലൈൻ വായിച്ചാൽ മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾക്ക് പെർവസീവിന്റെ ഫസ്റ്റ് ലൈൻ വായിച്ചാൽ മനസ്സിലാവും. വായിക്കട്ടോ. മിസ്റ്റേറ്റ്മെന്റ് മീൻസ് വാട്ട്? സോറി, പെർവസീവ് മീൻസ് വാട്ട്? പെർവസീവ് എന്ന് പറഞ്ഞാൽ അതൊരു മിസ്റ്റേറ്റ്മെന്റ് സംഭവിക്കും. എവിടെ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനകത്ത്. കണ്ടോ? പോസിബിൾ എഫക്ട് ഓൺ മിസ്റ്റേറ്റ്മെന്റ് ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഒരു മിസ്റ്റേറ്റ്മെന്റ് സംഭവിക്കും. ഇനി പറയാണ് ആ മിസ്റ്റേറ്റ്മെന്റ് ഓഡിറ്റേഴ്സ് ജഡ്ജ്മെന്റ്, ഓഡിറ്ററുടെ പ്രൊഫഷണൽ ജഡ്ജ്മെന്റ് പ്രകാരം ആർ നോട്ട് കൺഫൈൻഡ്. കൺഫൈൻഡ് മീൻസ് വാട്ട്? ഹാപ്പൻഡ്, അത് സംഭവിക്കുക, അല്ലെങ്കിൽ നമുക്ക് പറയാം അത് ഉറപ്പിക്കുക അല്ലെ. കൺഫൈൻഡ് മീൻസ് കൺഫേം, അത് ഉറപ്പിക്കുക, ജയിലേഡ് അങ്ങനെയൊക്കെ പറയാൻ പറ്റും. ആ മിസ്റ്റേറ്റ്മെന്റ് ആർ നോട്ട് കൺഫൈൻഡ്, ആർ നോട്ട് ഹാപ്പൻ, അത് എവിടെ മാത്രമല്ല സംഭവിച്ചത്? ടു സ്പെസിഫിക് എലമെന്റ്. ടു സ്പെസിഫിക് എന്താ? എലമെന്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ എലമെന്റിൽ മാത്രമല്ല അത് സംഭവിച്ചിട്ടുള്ളത്. കണ്ടോ? ഒരു മിസ്റ്റേറ്റ്മെന്റ് സംഭവിച്ചു. ആർ നോട്ട് കൺഫൈൻഡ് ഓൺ എ സ്പെസിഫിക് എലമെന്റ്. ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു സ്പെസിഫിക് എലമെന്റിൽ മാത്രമല്ല മിസ്റ്റേറ്റ്മെന്റ് സംഭവിച്ചിട്ടുള്ളത്. നോട്ട്. അപ്പോൾ മനസ്സിലാക്കണം എന്താ എലമെന്റ്. എലമെന്റ് മീൻസ് വാട്ട്? ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ഇതൊക്കെയാണ് എന്ത്? ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒരു എലമെന്റിൽ മാത്രമല്ല മിസ്റ്റേറ്റ്മെന്റ് സംഭവിച്ചിട്ടുള്ളത്. നെക്സ്റ്റ്,
അക്കൗണ്ട്സ് ഇത് കൂട്ടി വയ്ക്കണം. ആർ നോട്ട് കൺഫൈൻഡ് ടു എ സ്പെസിഫിക് അക്കൗണ്ട്. ഒരു സ്പെസിഫിക് അക്കൗണ്ടിൽ മാത്രമല്ല മിസ്റ്റേറ്റ്മെന്റ് സംഭവിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എന്താ, ഒരുപാട് അക്കൗണ്ട്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മിസ്റ്റേറ്റ്മെന്റ് സംഭവിച്ചിട്ടുണ്ട്. ഒരു കാര്യം നെഗറ്റീവായിട്ടൊന്ന് പറയണവർ. ഫോർ എക്സാമ്പിൾ കേട്ടോ, രാജു, ഞാൻ പറയുന്നു ഫോർ എക്സാമ്പിൾ റാം ഈസ് എ ഗുഡ് ബോയ്. റാം ഒരു നല്ല കുട്ടിയാണ്. റാം ഈസ് എ ഗുഡ് ബോയ്. എനിക്ക് ഇങ്ങനെ പറയാം, എനിക്കത് വേറെ രീതിയിൽ പറയാം അല്ലേ, ഇങ്ങനെ റാം ഈസ് നോട്ട് എ ബാഡ് ബോയ്. റാം ഈസ് നോട്ട് എ ബാഡ് ബോയ്. ഇതാണ് ഓഡിറ്റിംഗ്. ഇത് രണ്ടും സെയിം അല്ലേ. റാം ഈസ് എ ഗുഡ് ബോയ്, റാം ഈസ് നോട്ട് എ ബാഡ് ബോയ്. മനസ്സിലാവുണ്ടോ? ദിസ് ഇസ് വാട്ട് ഓഡിറ്റിംഗ്. ഒരു സെന്റൻസ് നേരെ തരംതിരിച്ച് പറയും. ഓക്കെ, അതാണ് സംഭവം. കണ്ടോ? അപ്പോൾ ഇവിടെ പറയാണ് ആർ നോട്ട് കൺഫൈൻ ടു എ സ്പെസിഫിക് അക്കൗണ്ട് ഓർ സ്പെസിഫിക് എലമെന്റ്. ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു സ്പെസിഫിക് ആയിരിക്കുന്ന ഒരു എലമെന്റിൽ മാത്രമല്ല മിസ്റ്റേറ്റ്മെന്റ് സംഭവിച്ചിട്ടുള്ളത്. അതായത് ബാലൻസ് ഷീറ്റിൽ മാത്രമല്ല, പി ആൻഡ് എൽ അക്കൗണ്ടിൽ മാത്രമല്ല, ക്യാഷ് ഫ്ലോയിൽ മാത്രമല്ല, എല്ലാ ഏരിയയിലും എന്ത് സംഭവിച്ചിട്ടുണ്ട്, മിസ്റ്റേറ്റ്മെന്റ് സംഭവിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, ആർ നോട്ട് കൺഫൈൻ ടു എ സ്പെസിഫിക് അക്കൗണ്ട്. ഒരു സ്പെസിഫിക് അക്കൗണ്ടിൽ മാത്രമല്ല മിസ്റ്റേറ്റ്മെന്റ് സംഭവിച്ചിട്ടുള്ളത്. വിച്ച് മീൻസ് വാട്ട്, ഡെപ്റ്റേഴ്സിലുണ്ട്, ക്രെഡിറ്റേഴ്സിലുണ്ട്, ബാങ്കിലുണ്ട്, ക്യാഷിലുണ്ട്, എല്ലാത്തിലും എന്ത് സംഭവിച്ചിട്ടുണ്ട്, മിസ്റ്റേറ്റ്മെന്റ് സംഭവിച്ചിട്ടുണ്ട്. ഓർ ഐറ്റംസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു ഐറ്റത്തിൽ മാത്രമല്ല മിസ്റ്റേറ്റ്മെന്റ് സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ആ മിസ്റ്റേറ്റ്മെന്റ് എന്താണ്, പെർവസീവ് ആണ്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഒരുപാട് മേഖലയിൽ മിസ്റ്റേറ്റ്മെന്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ മിസ്റ്റേറ്റ്മെന്റ് എന്താണ്, പെർവസീവ് ആയിട്ടാണ് ഓഡിറ്റർ കണക്കാക്കേണ്ടത്, ഓഡിറ്ററുടെ ജഡ്ജ്മെന്റ് പ്രകാരം. അപ്പോൾ ഒന്നാമത്തെ കിട്ടിയില്ലേ, കിട്ടി. ഇനി രണ്ടാമത്തെ വായിച്ചു നോക്കിയേ. രണ്ടാമത്തത് വായിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഫസ്റ്റ് നമുക്ക് കോൺസെപ്റ്റ് എന്ത് ചെയ്യണം നോക്കണം. കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യണം. ഓക്കെ, ഈ സെയിം എക്സാമ്പിൾ കേട്ടോ, ഞാൻ എന്താ സെയിം എക്സാമ്പിൾ പറഞ്ഞത്, ഒരു മിസ്റ്റേറ്റ്മെന്റ് സംഭവിച്ചു. ആ മിസ്റ്റേറ്റ്മെന്റ് എവിടെയാണ് സംഭവിച്ചത്, ആ മിസ്റ്റേറ്റ്മെന്റ് സംഭവിച്ചത് ഒരു അക്കൗണ്ടിലാണോ അല്ലെങ്കിൽ ഒരുപാട് അക്കൗണ്ടിലാണോ സംഭവിച്ചത്. ഒരു മിസ്റ്റേറ്റ്മെന്റ് സംഭവിച്ചു. ആ മിസ്റ്റേറ്റ്മെന്റ് ഇസ് നോട്ട് ഓൺലി എ സിംഗിൾ പ്ലേസ് അല്ലേ, ഒരു സ്ഥലത്തല്ല ഒരുപാട് സ്ഥലത്ത് മിസ്റ്റേറ്റ്മെന്റ് സംഭവിച്ചു. അതെന്താണ്, പെർവസീവ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് പറയാൻ വേണ്ടി പോകണേ. ശരിക്കും കേട്ടോ, ഒരു അക്കൗണ്ടിന് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഒന്നും അറിയില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു ബാങ്കിൽ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന ഒരു അക്കൗണ്ടന്റ് ഉണ്ട്. ഈ അക്കൗണ്ടന്റിന് ഒന്നും അറിയില്ല. അപ്പോൾ ഇവൻ മുഖേന എന്ത് സംഭവിച്ചറിയോ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനകത്ത് ഒരു മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് സംഭവിച്ചു. ഇനി എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് സംഭവിച്ചില്ല. ഫോർ എക്സാമ്പിൾ ഇത് ബാങ്ക് ആണെന്ന് വിചാരിക്കുക. ബാങ്ക് അക്കൗണ്ടന്റിന് എന്താ അറിയില്ല, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഒന്നും അറിയില്ല. ഓക്കെ, അല്ലെങ്കിൽ ഇവൻ കുറച്ചൊക്കെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അറിയാം, കുറച്ചൊന്നും ഇവന് അറിയില്ല. അപ്പോൾ ഇവൻ മുഖേന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ബാങ്കിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ എന്ത് സംഭവിച്ചു, ഒരു മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് സംഭവിച്ചു. നമ്മൾ ഒന്നാമത്തെ കേസ് പറഞ്ഞത് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് എല്ലാ എലമെന്റിലും സംഭവിച്ചു, എല്ലാ അക്കൗണ്ട്സിലും സംഭവിച്ചു അല്ലെ. ആർ നോട്ട് കൺഫൈൻ ടു എ സ്പെസിഫിക് എലമെന്റ്, ആർ നോട്ട് കൺഫൈൻ ടു എ സ്പെസിഫിക് അക്കൗണ്ട്സ്, ആർ നോട്ട് കൺഫൈൻ ടു എ സ്പെസിഫിക് ഐറ്റംസ് ഓഫ് എഫ്എസ്, അതല്ലേ പറഞ്ഞത്. പക്ഷെ ഇവിടെ ഞാൻ പറയാൻ വേണ്ടി പോവാണ്, ഒരു മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് സംഭവിച്ചു, അത് ഒരുപാട് ഏരിയയിലൊന്നും സംഭവിച്ചിട്ടില്ല. ഓക്കെയാണ്, ബട്ട് ഓൺലി എ സിംഗിൾ ഏരിയ. അത് ഒരുപാട് സ്ഥലത്തൊന്നും മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് സംഭവിച്ചിട്ടില്ല, ഒരു ചെറിയ ഏരിയയിൽ മാത്രമേ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് സംഭവിച്ചിട്ടുള്ളൂ. ഓക്കെയാണോ, ഒരുപാട് മേഖലയിലൊന്നും മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് സംഭവിച്ചിട്ടില്ല, ഒരു ചെറിയ ഏരിയയിൽ മാത്രമേ തെറ്റ് സംഭവിച്ചിട്ടുള്ളൂ. പക്ഷെ എന്താ പ്രശ്നം അറിയോ, ആ ചെറിയ ഏരിയ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയ, അത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. അങ്ങനെയെങ്കിൽ ആ മിസ്റ്റേറ്റ്മെന്റ് എന്താണ്, പെർവസീവ് ആണ്. ഒരു എക്സാമ്പിൾ ആയിക്കോട്ടോ, ഫോർ എക്സാമ്പിൾ ബാങ്കിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനകത്ത് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് സംഭവിച്ചു. ഇനി ബാങ്കിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനകത്ത് നോക്കുന്ന സമയത്ത് എന്തുണ്ടാവും, ഇവിടെ എന്തുണ്ട്, ഒരുപാട് ട്രാൻസാക്ഷൻ ഉണ്ടാവും അല്ലേ. ഫോർ എക്സാമ്പിൾ ഡെപ്പോസിറ്റ് ഉണ്ടാവും, അതേപോലെ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടാവും, ലോണ് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെയാണോ. പിന്നെ നോക്കുകയാണെങ്കിൽ എക്സ്പെൻസുകൾ ഒരുപാട് ഉണ്ടാവും അല്ലേ, ഒരുപാട് എക്സ്പെൻസുകൾ ഉണ്ടാവും, ഒരുപാട് ഇൻകം ഉണ്ടാവും, ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ഉണ്ടാവും, പിന്നെ സാലറി എക്സ്പെൻസ് ഉണ്ടാവും, ഇലക്ട്രിസിറ്റി എക്സ്പെൻസ് ഉണ്ടാവും, ഒരുപാട് ഇൻകം ഒരുപാട് എക്സ്പെൻസ് ഒക്കെ ബാങ്കിലുണ്ടാവും. ഇനി എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ പറഞ്ഞ ഇൻകത്തിലോ എക്സ്പെൻസിലോ ഒന്നും മിസ്റ്റേറ്റ്മെന്റ് സംഭവിച്ചിട്ടില്ല. ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനകത്ത് ഒരു സ്ഥലത്ത് മാത്രമേ ചെറിയൊരു മിസ്റ്റേറ്റ്മെന്റ് സംഭവിച്ചു. ഫോർ എക്സാമ്പിൾ എവിടെ അറിയോ, ഡെപ്പോസിറ്റിൽ മാത്രം എന്ത് ചെയ്തു, ചെറിയൊരു മിസ്റ്റേറ്റ്മെന്റ് സംഭവിച്ചു.
ബാക്കി എല്ലാതും പെർഫെക്റ്റാണ്, ബാക്കി എല്ലാതും ഓക്കെയാണ്, പെർഫെക്റ്റ് ആണ്, സെറ്റാണ്. പക്ഷേ ഡെപ്പോസിറ്റിൽ മാത്രം എന്ത് ചെയ്തു, ചെറിയൊരു മിസ്റ്റേക്മെൻറ്റ് സംഭവിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇത് പെർവസീവ് ആണല്ലേ, ഇതും പെർവസീവാണ്. നമ്മൾ ഒന്നാമത്തെ കേസ് പറഞ്ഞിട്ടുണ്ട്. എന്താ ഒന്നാമത്തെ കേസ്? മെറ്റീരിയൽ മിസ്റ്റേക്മെൻറ്റ് സംഭവിച്ചു. അത് ഒരു സ്ഥലത്തല്ല, ഒരുപാട് സ്ഥലത്ത് സംഭവിച്ചു. ഒരുപാട് സ്ഥലത്ത് മിസ്റ്റേക്മെൻറ്റ് സംഭവിച്ചാലും എന്താണ്, പെർവസീവ് ആണ്. ഇനി പറയാണ്, ഒരുപാട് സ്ഥലത്തൊന്നും മിസ്റ്റേക്മെൻറ്റ് സംഭവിച്ചിട്ടില്ല, ഒരു സ്ഥലത്ത് മാത്രമേ മിസ്റ്റേക്മെൻറ്റ് സംഭവിച്ചിട്ടുള്ളൂ. ബട്ട് ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ എന്താ, ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ സബ്സ്റ്റാൻഷ്യീവ് ഏരിയ ഓഫ് ദ അക്കൗണ്ട്, ദ സബ്സ്റ്റാൻഷ്യീവ് പ്രപ്പോർഷൻ ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. നിങ്ങൾ ആലോചിക്കേ, ബാങ്കിൽ ഇപ്പോൾ ഒരുപാട് ഇൻകം ഉണ്ട്, ബാങ്കിന് ഇപ്പോൾ ഒരുപാട് എക്സ്പെൻസുകളുണ്ട്, ബാങ്കിന് ഒരുപാട് അസറ്റുകളുണ്ട്, ബാങ്കിന് ഡെപ്പോസിറ്റ് ഉണ്ട്, ബാങ്കിന് അഡ്വാൻസ് ഉണ്ട്. ഈ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം എന്താ, ഈ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ബാങ്കിന്റെ സബ്സ്റ്റാൻഷ്യൽ ഏരിയ അല്ലേ. ആ ഡെപ്പോസിറ്റിൽ എങ്ങാനും ചെറിയൊരു മിസ്റ്റേക്മെന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ വിച്ച് മീൻസ് ആ ബാങ്കിന് എന്ത് ചെയ്യും, തകർന്ന് തരിപ്പണമായി പോവും. നേരെ മറിച്ച് അതാ പറഞ്ഞത്, ഒരു മിസ്റ്റേക്മെന്റ് സംഭവിച്ചു, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയയിലാണ് മിസ്റ്റേക്മെന്റ് സംഭവിച്ചിട്ടുള്ളതെങ്കിൽ ആ മിസ്റ്റേക്മെന്റ് എന്താണ്, പെർവസീവ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇനിയിപ്പോൾ ഇവിടെ ഒരു മിസ്റ്റേക്മെന്റ് സംഭവിച്ചു അല്ലെ, ഒരു സാലറി എക്സ്പെൻസ് ഉണ്ടായിരുന്നു, ഇവിടെയാണ് മിസ്റ്റേക്മെന്റ് സംഭവിച്ചിട്ടുള്ളത്. ഇത് പെർവസീവ് ആണോ? ഇതല്ല പെർവസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആണോ? ഇതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ സാലറി ഒന്നും ബാങ്കിന് എന്തല്ല, സബ്സ്റ്റാൻഷ്യൽ ഏരിയ ആണോ? അല്ല. ഇവിടെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ഉണ്ട്, ഇതല്ല സബ്സ്റ്റാൻഷ്യൽ ഏരിയ. ബാങ്കിന്റെ ഡെപ്പോസിറ്റ് എന്താണ്, സബ്സ്റ്റാൻഷ്യൽ ഏരിയ ആണ്. ബാങ്കിന്റെ അഡ്വാൻസ്, ബാങ്ക് ലോൺ കൊടുത്തിട്ടുണ്ടാവില്ലേ, അതെന്താണ്, സബ്സ്റ്റാൻഷ്യൽ ഏരിയ ആണ്. അവിടെ വല്ലതും മിസ്റ്റേക്മെന്റ് സംഭവിച്ചാ അത് ബാങ്കിന്റെ കോർ ഏരിയ. അപ്പൊ ബാങ്കിന്റെ കോർ ഏരിയയിൽ, അപ്പോൾ രണ്ടാമത്തെ കേസ് പറയണത് ഒരു ഏരിയയിൽ മാത്രം മിസ്റ്റേക്മെന്റ് സംഭവിച്ചു, ബട്ട് ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, കോർ ഏരിയ ആണ്, അല്ലെ സബ്സ്റ്റാൻഷ്യൽ പ്രപ്പോർഷൻ ഏരിയ ആണ്. അങ്ങനെയെങ്കിൽ ആ മിസ്റ്റേക്മെന്റ് എന്ത് തന്നെയാണ്, ഈ പറയുന്ന പെർവസീവ് ആണ്. ഇതിന് ഏറ്റവും എക്സാമ്പിൾ എന്താ പറയുക, നിങ്ങളിപ്പോൾ ബൈക്കും ഇങ്ങനെ യാത്ര ചെയ്ത് പോവാണ്, നിങ്ങൾ ബൈക്കിൽ ഇങ്ങനെ യാത്ര ചെയ്ത് പോകുന്ന സമയത്ത് എന്ത് സംഭവിച്ചു അറിയോ, ഒരു ആക്സിഡന്റ് സംഭവിച്ചു. ഓക്കെ ആണോ? ഞാൻ ഫസ്റ്റ് നമ്മുടെ ഈ ഒരു ഒരു ആക്സിഡന്റ് സംഭവിച്ചു. ഇനി പറയാണ്, ഈ ആക്സിഡന്റ് പെർവസീവ് ആണല്ലയോ, അല്ല ഒരു ആക്സിഡന്റ് സംഭവിച്ചു, നിങ്ങൾ ബൈക്കിൽ ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ ഒരു ആക്സിഡന്റ് സംഭവിച്ചു, ഈ ആക്സിഡന്റ് പെർവസീവ് ആണോ അല്ലെങ്കിൽ ഞാൻ പറയാൻ വേണ്ടി പോവാണ്. ഒന്നാമത്തെ കേസ് എന്താ അറിയോ, ഒന്നാമത്തെ കേസ് നിങ്ങൾക്ക് പരിക്ക് പറ്റി, നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് മാത്രമല്ല പരിക്ക് പറ്റി, നിങ്ങൾക്ക് ഒരുപാട് സ്ഥലത്ത് പരിക്ക് പറ്റി. നമ്മൾ പറഞ്ഞ ഫസ്റ്റ് എക്സാമ്പിൾ ഓർമ്മയുണ്ടോ, ആർ നോട്ട് കൺഫൈൻ ടു എ സ്പെസിഫിക് അക്കൗണ്ട്, ആർ നോട്ട് കൺഫൈൻ ടു എ സ്പെസിഫിക് എലമെന്റ്, ആർ നോട്ട് കൺഫൈൻ ടു എ സ്പെസിഫിക് ഐറ്റം ഓഫ് എഫേഴ്സ്. അതേപോലെ ആർ നോട്ട് അല്ലെ പരിക്ക് പറ്റി, ആർ നോട്ട് അല്ലെ എവിടെ മാത്രമല്ല, നിങ്ങൾ കയ്യിൽ മാത്രമല്ല പരിക്ക് പറ്റിയത്, നിങ്ങളെ കാലിൽ മാത്രമല്ല, നിങ്ങളുടെ തലയിൽ മാത്രമല്ല, നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് പരിക്ക് പറ്റി അല്ലെ. എവിടെ കൈമ പരിക്ക് പറ്റി, നിങ്ങളെ കാലിൽ പരിക്ക് പറ്റി, നിങ്ങളെ എന്താ പറയുക തൊടയിൽ പരിക്ക് പറ്റി, നിങ്ങളെ വയറിന്മ പരിക്ക് പറ്റി. ഇതെന്താണ്, ഇതൊരു മിസ്റ്റേക്മെന്റ് ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇതെന്താ, ഇത് പെർവസീവ് ആണ്. അപ്പോൾ ഒരു ബൈക്ക് ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ ഒരുപാട് സ്ഥലത്ത് നിങ്ങൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതും പെർവസീവ് ആണ്. ഇതാണ് ഒന്നാമത്തെ എക്സാമ്പിൾ. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറഞ്ഞത്, ഒരു ബൈക്ക് ആക്സിഡന്റ് സംഭവിച്ചു അല്ലെ, ഒരുപാട് സ്ഥലത്തൊന്നും നിങ്ങൾക്ക് പരിക്ക് പറ്റിയിട്ടില്ല, ഒരു ആക്സിഡന്റ് സംഭവിച്ചു, ഒരുപാട് സ്ഥലത്ത് നിങ്ങൾക്ക് പരിക്ക് പറ്റിയില്ല, പക്ഷെ നിങ്ങൾക്ക് ഒരൊറ്റ സ്ഥലത്ത് മാത്രമേ പരിക്ക് പറ്റിയിട്ടുള്ളൂ. അതെവിടെ അറിയോ, നിങ്ങളുടെ തലമ്മയാണ്. കയ്യും ഒന്നും പറ്റിയില്ല, കാലൊന്നും പറ്റിയില്ല, തലക്ക് മാത്രം പറ്റി, തല അടിച്ചു വീണു. ഇത് പെർവസീവ് ആണോ? ഇതും പെർവസീവാ. അതായത് ഒരു സ്ഥലത്ത് പരിക്ക് പറ്റി കഴിഞ്ഞാൽ ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹ്യൂമൻ ബോഡി, മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ് അല്ലേ. നമുക്ക് കൈമ പരിക്ക് പറ്റിയാലും കാലിമ പരിക്ക് പറ്റിയാലും യാതൊരു കുഴപ്പമില്ല, നമുക്ക് തിരിച്ചു വരാൻ പറ്റും. ബട്ട് നമ്മളെ തലക്കെങ്ങാനും പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ ദിസ് ഹെഡ് ഈസ് വാട്ട് ഇസ് എ കോർ ഏരിയ ഓഫ് അവർ ഹ്യൂമൻ ബോഡി, ദിസ് ഹെഡ് ഈസ് വാട്ട് ദ സബ്സ്റ്റാൻഷ്യൽ പോർഷൻ ഓഫ് അവർ ഹ്യൂമൻ ബോഡി, ദിസ് ഹെഡ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് അവർ ഹ്യൂമൻ ബോഡി. അതാ പറഞ്ഞത്. അപ്പോൾ തലക്ക് പരിക്ക് പറ്റി, അത് ഇമ്പോർട്ടൻ്റ് ഏരിയ ആണോ? ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. അപ്പോൾ അതും പെർവസീവ് ആണോ? അതും പെർവസീവ് ആണ്. ഒന്നാമത്തതും പെർവസീവ് ആണ്, രണ്ടാമത്തതും പെർവസീവ് ആണ്. അതേപോലെ ഒരു കമ്പനിയിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനകത്ത് മെറ്റീരിയൽ മിസ്റ്റേക്മെന്റ് സംഭവിച്ചു. ഒന്നാമത്തെ കേസ് പറഞ്ഞത് ഒരുപാട് സ്ഥലത്ത് മെറ്റീരിയൽ മിസ്റ്റേക്മെന്റ് സംഭവിച്ചു, അതെന്താണ്? പെർവസീവ് ആണ്. ഒരു അക്കൗണ്ടിൽ മാത്രമല്ല, ഒരു എലമെന്റിൽ മാത്രമല്ല, ഒരു ഐറ്റത്തിൽ മാത്രമല്ല, ഒരുപാട് സംഭവിച്ചു, അതും പെർവസീവ് ആണ്. ഇനി രണ്ടാമത് പറയുന്നതോ അതും പെർവസീവ് ആണ്. ഒരുപാടൊന്നും സംഭവിച്ചിട്ടില്ല, ഒരൊറ്റ സ്ഥലത്ത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ആ ഒരൊറ്റ സ്ഥലം എന്ന് പറഞ്ഞാൽ എന്താ, ആ കമ്പനിയുടെ സബ്സ്റ്റാൻഷ്യൽ പോർഷൻ ഓഫ് ഏരിയ ആണ്, കോർ ഏരിയ ആണ്. അങ്ങനെയെങ്കിൽ അതും എന്താണ്? ഈ പറയുന്ന പെർവസീവ് ആണ്. ഇനി അതിന്റെ ഡെഫിനേഷൻ വായിച്ചു നോക്കേ, അപ്പൊ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ക്യാച്ച് ചെയ്യാൻ പറ്റും. കണ്ടോ, ആ ഡെഫിനേഷൻ വായിച്ചു നോക്കേ, സെക്കൻഡ് പാർട്ട് വായിച്ചു നോക്കേ. കണ്ടോ, ഇഫ് സോ കൺഫൈൻഡ് മീൻസ് ഹാപ്പൻഡ്, ഒരു മിസ്റ്റേക്മെന്റ് സംഭവിച്ചു, അത് എല്ലാ സ്ഥലത്തൊന്നും സംഭവിച്ചില്ല. കണ്ടോ, വിച്ച് റെപ്രസെന്റ്, അത് എവിടെയാണ് വിച്ച് റെപ്രസെന്റ് മീൻസ് വാട്ട്, ആ മിസ്റ്റേക്മെന്റ് എവിടെയാണ് റെപ്രസെന്റ് ചെയ്തത്, ആ മിസ്റ്റേക്മെന്റ് എവിടെയാണ് സംഭവിച്ചിട്ടുള്ളത്. കണ്ടോ, അല്ലെങ്കിൽ കുഡ് റെപ്രസെന്റ്, ഒരു മിസ്റ്റേക്മെന്റ് സംഭവിച്ചു അല്ലെങ്കിൽ അത് സംഭവിക്കും എവിടെ അറിയോ, സബ്സ്റ്റാൻഷ്യൽ പ്രപ്പോർഷൻ ഓഫ്
ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനകത്തുള്ള സബ്സ്റ്റാൻഷ്യൽ ആയ കോർ ആയ ഏരിയയിലാണ് ആ മിസ്റ്റേറ്റ്മെന്റ് സംഭവിക്കുന്നതെങ്കിൽ ആ മിസ്റ്റേറ്റ്മെന്റ് എന്താണ്? ഈ പറയുന്ന പെർവസീവ് ആണ്. അപ്പോൾ ഒന്നാമത് പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് രണ്ടാമത്തെ കേസ്. ഓക്കെ ആണോ? അപ്പോൾ ഒരു സബ്സ്റ്റാൻഷ്യൽ പ്രപ്പോസിഷൻ കോർ ഏരിയയിൽ മിസ്റ്റേറ്റ്മെന്റ് സംഭവിച്ചാലും അതും എന്തിനാണ്? ഒരു പെർവസീവ് ആണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ വെച്ചോക്കെ. ഇനി പറയാണ്, ഇനി മൂന്നാമത്തെ ഏരിയയിലും പെർവസീവ് ആണ്. ഓക്കെ ആണോ? എന്താ മൂന്നാമത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ആർക്ക് അയച്ചു കൊടുക്കുക? യൂസേഴ്സിന് അയച്ചു കൊടുക്കുമല്ലോ അല്ലേ? ഓക്കെ, ഇനി ഈ യൂസേഴ്സ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ വായിച്ചു നോക്കുക വിചാരിക്കാം. നിങ്ങളേക്ക് പത്രം വായിക്കണ പോലെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒരു യൂസർ ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ ആ യൂസറെ സംബന്ധിച്ചിടത്തോളം ഒരു യൂസർക്ക് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ, വിച്ച് മീൻസ് വാട്ട്, ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും കിട്ടിക്കഴിഞ്ഞാൽ ഒരു യൂസർ ഫസ്റ്റ് എന്താ നോക്കുക? ബാലൻസ് ഷീറ്റ് വായിച്ചു നോക്കുമ്പോൾ ഫസ്റ്റ് ഒരു യൂസർ ഫസ്റ്റ് എന്താ വായിച്ചു നോക്കുക? എത്ര ക്യാഷ് ബാലൻസ് ഉണ്ട്, എത്ര ബാങ്ക് ബാലൻസ് ഉണ്ട് നോക്കാം. അതല്ല ഒരു കോർ ഏരിയ എന്ന് പറഞ്ഞാൽ യൂസറെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് നോക്കണമെങ്കിൽ ഒരു യൂസർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വായിച്ചു നോക്കുന്ന സമയത്ത് ആ യൂസറുടെ ഫണ്ടമെന്റൽ ഏരിയ എന്താ? ഫണ്ടമെന്റൽ, വിച്ച് മീൻസ് ഫസ്റ്റ് ഇങ്ങോട്ട് നോക്കുക, എത്ര സെയിൽ നടന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം, എത്ര പ്രോഫിറ്റ് ഉണ്ട്, എത്ര ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ട്, എത്ര നെറ്റ് പ്രോഫിറ്റ് ഉണ്ടെന്ന് നോക്കുക. ശരിയല്ലേ? അപ്പോൾ ഒരു യൂസറെ സംബന്ധിച്ചിടത്തോളം ഒരു യൂസർക്ക് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ യൂസറുടെ വ്യൂ പോയിന്റിൽ നോക്കുന്ന സമയത്ത് ഫണ്ടമെന്റൽ ആയ കുറച്ച് ഏരിയസ് ഉണ്ടാവും അല്ലേ? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ P&L അക്കൗണ്ട് ആണ് നോക്കണമെങ്കിൽ ഈ പറഞ്ഞ നെറ്റ് പ്രോഫിറ്റ്, ഗ്രോസ് പ്രോഫിറ്റ് ഫസ്റ്റ് ഇവർ നോക്കുക, സെയിൽ എത്ര ഉണ്ടെന്ന് നോക്കും. ഇനി ബാലൻസ് ഷീറ്റ് ആണ് നോക്കുന്ന സമയത്ത് എത്ര ക്യാഷ് ബാലൻസ് ഉണ്ട്, എത്ര ബാങ്ക് ബാലൻസ് ഉണ്ട്, ഇതൊക്കെയാണ് അവർ നോക്കുക, എത്ര അസറ്റ് ഉണ്ട് എന്നുള്ളത്. ഇതൊക്കെയാണ് ഈ ഏരിയയിലാണ് മിസ്റ്റേറ്റ്മെന്റ് സംഭവിക്കണമെങ്കിലോ അതും എന്താണ്? പെർവസീവ് ആണ്. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് യൂസർ നോക്കുമ്പോൾ യൂസർ ഫസ്റ്റ് നോക്കണ ആ ഏരിയയിലാണ് അവരുടെ ഈ മിസ്റ്റേറ്റ്മെന്റ് സംഭവിക്കണമെങ്കിൽ ആ മിസ്റ്റേറ്റ്മെന്റ് എന്തിനാണ്? പെർവസീവ് ആണ്. കണ്ടോ? ഇൻ റിലേഷൻ ടു ഡിസ്ക്ലോഷർ ആർ ഫണ്ടമെന്റൽ ടു യൂസേഴ്സ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഒരു യൂസർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മനസ്സിലാക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ യൂസർ ഏതാണോ ഫസ്റ്റ് മനസ്സിലാക്കുന്ന ഏരിയ ഉണ്ടാവില്ലേ, അതാണ് ഇത് ഫണ്ടമെന്റൽ ടു യൂസേഴ്സ് അണ്ടർസ്റ്റാൻഡിങ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഒരു യൂസേഴ്സിന് പെട്ടെന്ന് മനസ്സിലാക്കുന്ന, പെട്ടെന്ന് ചെക്ക് ചെയ്യുന്ന, പെട്ടെന്ന് നോക്കുന്ന ഒരു ഏരിയ ഉണ്ടാവും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനകത്ത്. ആ ഏരിയയിലാണ് മിസ്റ്റേറ്റ്മെന്റ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ അതും എന്തിൻ്റെയാണ്? പെർവസീവ് ആണ്. ഉണ്ട്, അതാണ് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. എന്താ? ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ ഒരു യൂസർ പെട്ടെന്ന് നോക്കുക, ക്യാഷ് ബാലൻസ് നോക്കും, ബാങ്ക് നോക്കും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കുമ്പോഴോ ആ യൂസർ സെയിൽ നോക്കും, ഗ്രോസ് പ്രോഫിറ്റ് നോക്കും, നെറ്റ് പ്രോഫിറ്റ് എത്ര ഉണ്ട് നോക്കും. ഇതൊക്കെയാണ് യൂസറെ സംബന്ധിച്ചിടത്തോളം ഒരു സബ്സ്റ്റാൻഷ്യൽ അല്ലെങ്കിൽ ഒരു ഫണ്ടമെന്റൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഏരിയ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഏരിയയും ആരും കൂടി കൺസിഡർ ചെയ്യും, ഈ യൂസറും കൂടി കൺസിഡർ ചെയ്യും. സോ ദിസ് ഈസ് വാട്ട് പെർവസീവ്. അപ്പോൾ 3 കാര്യങ്ങളാണ് എന്ത് പെർവസീവ് എന്ന് പറഞ്ഞാൽ. നമുക്കൊന്ന് ബ്രീഫാക്കി ടെക്സ്റ്റ് ചെയ്യാം, ബ്രീഫാക്കി. എന്തൊക്കെയാണ് താഴെ കൊടുത്ത 3 കാര്യങ്ങൾ എന്താണ്? പെർവസീവ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ എന്താ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനകത്ത് ഒരു മിസ്റ്റേറ്റ്മെന്റ് സംഭവിക്കുക. ഇതിനെ അല്ലെങ്കിൽ പോസിബിൾ എഫക്റ്റ് ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മിസ്റ്റേറ്റ്മെന്റ്. ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടേം ആണെന്ത്? ഈ പറയുന്ന പെർവസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി താഴെ കൊടുത്ത 3 എന്താണ്? പെർവസീവ് ആണ്. ഒന്നാമത് പറയാണ്, ഒരു മിസ്റ്റേറ്റ്മെന്റ് സംഭവിച്ചു. അതിന് തൊട്ട് മുമ്പുള്ള കാര്യമാണെന്ത്? ഒരു മിസ്റ്റേറ്റ്മെന്റ് സംഭവിച്ചു. ആ മിസ്റ്റേറ്റ്മെന്റ് ആർ നോട്ട് ഹാപ്പൻഡ് ഓർ ആർ നോട്ട് കൺഫൈൻഡ്. ആ മിസ്റ്റേറ്റ്മെന്റ് എവിടെയല്ല സംഭവിച്ചത്? എവിടെ മാത്രമല്ല സംഭവിച്ചത്? സ്പെസിഫിക് അക്കൗണ്ട്സിൽ മാത്രമല്ല, അല്ലെങ്കിലോ സ്പെസിഫിക് എലമെന്റിൽ മാത്രമല്ല, അല്ലെങ്കിലോ സ്പെസിഫിക് ഐറ്റംസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ സ്പെസിഫിക് ഐറ്റത്തിലോ സ്പെസിഫിക് എലമെന്റിലോ സ്പെസിഫിക് അക്കൗണ്ട്സിലോ മാത്രമല്ല മിസ്റ്റേറ്റ്മെന്റ് സംഭവിച്ചത്. അത് ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മൊത്തമായിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ മിസ്റ്റേറ്റ്മെന്റ് എന്താണ്? പെർവസീവ് ആയിരിക്കുന്ന മിസ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ ആണോ? അത്രയും വലിയ തെറ്റാണ്. ഇനി രണ്ടാമത് പറയാണ്, ഇഫ് സോ കൺഫൈൻഡ് മീൻസ് വാട്ട്? ഒരു തെറ്റ് സംഭവിച്ചു, അത് സംഭവിച്ചു. ആ സംഭവിച്ചത് ഒരുപാട് സ്ഥലത്തൊന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെ എന്താണ്? അത് സബ്സ്റ്റാൻഷ്യൽ പ്രപ്പോർഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ സബ്സ്റ്റാൻഷ്യൽ ആയ, കോർ ആയ, ഇമ്പോർട്ടന്റ് ആയ ഏരിയയിലാണ് ആ മിസ്റ്റേറ്റ്മെന്റ് സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ അതും എന്തിനാണ്? ഈ പറഞ്ഞ പെർവസീവ് ആണ്. ഇനി മൂന്നാമത്തെ ഒരു കേസ് പറയാൻ വേണ്ടി പോവാണ്. ഒരു മിസ്റ്റേറ്റ്മെന്റ് സംഭവിച്ചു. അത് എവിടെ സംഭവിച്ചത്? അത് എന്താ? യൂസേഴ്സ് അണ്ടർസ്റ്റാൻഡിങ്, യൂസേഴ്സ് ഫണ്ടമെന്റൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഒരു യൂസർ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കുന്ന സമയത്ത് ആ യൂസറെ
ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കുന്ന ചില ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ഉണ്ടല്ലോ, ആ ഏരിയാസിലാണ് മിസ്സ്റ്റേറ്റ്മെന്റ് സംഭവിക്കുന്നതെങ്കിൽ ആ മിസ്സ്റ്റേറ്റ്മെന്റ് എന്ത് തന്നെയാണ്, ഈ പറയുന്ന പെർവസീവ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം, ഫണ്ടമെന്റൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ഈ മൂന്നെണ്ണം എന്താണ്, ഈ പറയുന്ന പെർവസീവ് ആണ്. സോ ദിസ് ഇസ് പെർവസീവ്. ഇങ്ങനെയാണ് പെർവസീവ് പഠിക്കേണ്ടത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് റിയലി. ഇപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇങ്ങനെയാണ് നമ്മൾ ഓരോരോ ടോപ്പിക്കും വെറുതെ ചുമ്മാ വായിച്ചു പോവില്ല. നമ്മൾ കറക്റ്റ് അതിൻ്റെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ, പ്രാക്ടിക്കൽ ലൈഫ് എക്സാമ്പിളോട് കൂടിയിട്ട് സ്റ്റഡി മെറ്റീരിയൽ വെച്ചിട്ട് സ്റ്റഡി മെറ്റീരിയലിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ നടത്തിയിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുക. അല്ലാതെ വെറുതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നോട്ട് അയച്ചു തന്നിട്ട് ആ നോട്ട് വെച്ച് പഠിപ്പിക്കാൻ ഒരിക്കലും ഞാൻ റെഡിയല്ല. അങ്ങനെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല, ചെയ്യൂല. ഓക്കെ ആണോ? സോ ദിസ് ഇസ് വാട്ട്, ഇതാണ് എന്ത് പെർവസി. അപ്പോൾ ഈ ഒരു പോർഷൻ അല്ലേ, ഒരു ടെക്സ്റ്റിനകത്ത് ചെറിയൊരു ഭാഗത്ത് മാത്രം ചെറിയൊരു ഏരിയ കൊടുത്ത് പെർവസി എന്നുള്ളത് ഇത് കാണുമ്പോൾ എന്താ സിമ്പിളാ. ഇത് ടെക്സ്റ്റിനകത്ത് കൊടുക്കുമ്പോൾ ഇത് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്കൊരു തേങ്ങയും തലക്കകത്തോട്ട് കിട്ടില്ല. ബട്ട് ഇത്രയും പറഞ്ഞ എക്സാമ്പിളൊക്കെ കറക്റ്റ് മനസ്സിലായാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, ഈ പറഞ്ഞ പെർവസീവ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഐ ഹോപ്പ് യു റിയലി അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ് ഓഫ് പെർവസീവ്. സോ ഇതാണെന്ത് പെർവസീവ് എന്ന് പറഞ്ഞാൽ. ഇത് SA 705 അണ്ടറിൽ വരുന്ന ടോപ്പിക്കാണ്. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഇതൊരു ഡെമോ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇത് ക്ലാസ് പർച്ചേസ് ചെയ്യാം. ഈ ഒരു ടോപ്പിക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ക്ലാസ് പർച്ചേസ് ചെയ്യാം. കാരണം ഈ ലെവലിലേക്കാണ് നമ്മുടെ മറ്റ് എല്ലാ ടോപ്പിക്സും നമ്മൾ ഓഡിറ്റിംഗ് ആൻഡ് എത്തിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ക്ലാസ് എടുക്കുന്നത്. സോ പ്രാക്ടിക്കൽ ലൈഫ് എക്സാമ്പിളോട് കൂടിയിട്ട് എക്സാം ഓറിയൻറ്റഡ് ലെവലിൽ നിങ്ങൾക്ക് എക്സാമിന് മനസ്സിലാക്കി തരാവുന്ന രൂപത്തിൽ എന്ത് ചെയ്യും, നമ്മൾ ഓരോ ടോപ്പിക് എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് വാട്ട് പെർവസീവ്. താങ്ക് യു സോ മച്ച്.